കൊറോണ എല്ലാ ബിസിനസ്സും തൂത്തുവാരി എന്റെ എല്ലാവരെയും നഷ്ടപ്പെട്ടു. സീറോയിൽ നിൽക്കുന്ന സമയം. ഇനി എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ജീവിതം തന്നെ ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയം എന്തായി എന്നറിയാൻ ആഗ്രഹമുണ്ടോ? സീറോയിൽ നിന്ന് ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് 10 ലക്ഷം പ്രോഫിറ്റ് മാത്രം നേടിയ ഒരു വ്യക്തി കൂടിയാണ്. So ladies and gentlemen, let me invite Mr. Kunjidu. ഒരു മാസം കൊണ്ട് 6 ലക്ഷം രൂപയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് കുഞ്ഞീതു അച്ചീവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്ക് ഓൺലൈൻ വഴി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും അറിയാതെ ഒരു വർഷം കൊണ്ട് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് നേടിയ വിജയരഹസ്യം അറിയാൻ ആഗ്രഹമുണ്ട്? താങ്ക് യു. ഞാൻ കുഞ്ഞിതു, എലിഫന്റ് എക്സ്പെർട്ട്. എന്റെ സക്സസ് സീക്രട്ട് സ്പീച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്കും ഇതുപോലെ ടെക്നിക്കൽ അറിവൊന്നും ഇല്ലെങ്കിലും എങ്ങനെ ഒരു ഓൺലൈൻ കോഴ്സായിട്ട് പണം സമ്പാദിക്കാം എന്നതിനെ കുറിച്ചാണ്. ആരും റെഡി? നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ എന്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തിയെന്ന്. ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു. ഒരു മിഡിൽ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. പ്രീ ഡിഗ്രി തോറ്റ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. 25 വർഷമായി വെജിറ്റബിൾസ് ആൻഡ് സ്റ്റേഷനറി, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ രംഗത്തുണ്ടായിരുന്നു. ലക്ഷങ്ങളുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നു ഒരു ദിവസം. ആ പണമുണ്ടാക്കുന്ന സമയത്ത് എന്റെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഇതിൽ എത്ര പേർ ഇതുപോലെ അനുഭവം നേരിടുന്നുണ്ട്? 80 കിലോ എത്തിയ എനിക്ക് 15 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഓൾ ഡേ ടയർഡ്നെസ്, അലർജി പ്രോബ്ലം ഒരുപാട് ഹൈ ആയിരുന്നു. നടക്കുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ കിടപ്പ്, എക്സസ് വെയിറ്റ്, ഷുഗർ 280 എത്തിയിരുന്നു. എന്റെ അധിക വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഹെർബാലത്തിലെത്തി. പിന്നീട് ഞാൻ വർക്ക് ചെയ്തു. നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം കൊറോണ വന്നെത്തി. കൊറോണ എന്റെ എല്ലാ ബിസിനസ്സും തൂത്തുവാരി എന്റെ എല്ലാ ടീമും നഷ്ടപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോയി. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൺലൈൻ വഴി എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സീറോയിൽ നിൽക്കുന്ന സമയം. ഇനി എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ഒരുപാട് കൂടുതൽ പേരോട് സംസാരിക്കാൻ പഠിച്ചിരിക്കുന്ന സമയം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒന്നും അറിയാത്തൊരു സമയം. സ്വന്തം ഫാമിലിക്ക് പോലും ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയാത്ത സമയം. ജീവിതം തന്നെ ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയം എന്തായെന്ന് അറിയാൻ ആഗ്രഹമുണ്ടോ? ഒരു മാലാഖിയെ പോലെ ഡോക്ടർ ബിപിൻ സാറിന്റെ ഒരു FPR 99 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റ് കുറിച്ച് പഠിക്കാമെന്ന് ഞാൻ അവിടെ എത്തി. 99 രൂപയ്ക്ക് 9,000 രൂപയുടെ ആളുകൾ പറഞ്ഞപ്പോൾ റിയലി ഞാൻ ഷോക്കായി. എനിക്കവിടെ വളരാനുള്ള വഴികൾ കണ്ടെത്തി. ഉടനെ തന്നെ സിൽവർ എടുത്തു. 2 മാസം കൊണ്ട് ഡയമണ്ടും എടുത്തു. അവിടെയായിരുന്നു എന്റെ വിജയസാധ്യത ഒളിഞ്ഞു വരുന്നത്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്ന ഒരു ഫിറ്റ്നസ് കോച്ചായി വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് തിരുവനന്തപുരത്ത് ഡയമണ്ട് റിട്രീറ്റ് നടക്കുന്നത്. DMR പോലെ ഡയമണ്ട് മെമ്പേഴ്സിൽ മാത്രമുള്ള ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ ബാക്കിൽ നിന്ന് ഞാൻ ഇവിടെ വിജയിച്ച ആളുകൾ സംസാരിക്കുമ്പോൾ അവിടെ വിജയ രഹസ്യങ്ങൾ പഠിക്കായിരുന്നു. അവിടുന്ന് കിട്ടിയ സ്കില്ലും നോളേജും എന്റെ ലൈഫിൽ ഞാൻ പകർത്താൻ തുടങ്ങി. ഞാൻ നാട്ടിൽ പോയി FPR കൊടുക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ലീഡ്സ് വന്നിരുന്നില്ല. വീണ്ടും വീണ്ടും കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യമൊക്കെ 100 രൂപ 200 രൂപക്കായിരുന്നു ആട് കൊടുത്തുകൊണ്ടിരുന്നത്. ബിപിൻ സാർ എപ്പോഴും പറയും ആടെ കൊണ്ട് കൂട്ടാൻ. പക്ഷെ കഴിയില്ലായിരുന്നു, ഭയമായിരുന്നു. പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് വളരണം എങ്കിൽ ആടെ കൊണ്ട് കൂട്ടിയേ മതിയാവും എന്ന്. അങ്ങനെ ആടെ കൊണ്ട് കൂട്ടാൻ തുടങ്ങി. ഓൺലൈനിൽ വരുന്ന എൻക്വയറികൾ എന്റെ ട്രയൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് അവർക്ക് വെയിറ്റ് കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു.
എന്റെ ചെറിയ പ്രോഗ്രാമിന്റെ റിസൾട്ട്സ് എന്റെ 3000 രൂപയുടെ സിൽവർ പ്രോഗ്രാമിലേക്ക് കുറെ പേർ അപ്ഗ്രേഡ് ചെയ്തു. ഇന്ന് അവർക്ക് ഡെയിലി ബേസിൽ ഫിറ്റ്നസ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവർ ഡയറ്റ് പ്ലാനുകൾ കർശനം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു, അവർ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്നതിൽ കുറെ പേർക്ക് അവർ വെള്ളി ഫയൽ വർക്കാനും അവർ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവാൻ സാധിച്ചത് ഞാൻ വളരെ സന്തോഷവാനാണ്. അങ്ങനെ എനിക്ക് ഒരു വർഷം കൊണ്ട് 10 ലക്ഷം രൂപ പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത എനിക്ക് ഇത് സാധ്യമാണ് എങ്കിൽ ഇതിലിരിക്കുന്ന ഓരോ ആളുകൾക്കും അത് സാധ്യമാണ്. നിങ്ങൾ 3 സീക്രട്ടുകൾ ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും എന്നൊരു യാതൊരു സംശയമില്ല. റെഡിയാണോ? താങ്ക് യു. സീക്രട്ട് നമ്പർ 1, കൺസിസ്റ്റൻസി. നമ്മൾ എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അത് കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ഉള്ളൂ. അത് FPR ആണെങ്കിലും ലേണിംഗ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ മാത്രമാണ് റിസൾട്ട്. കൺസിസ്റ്റന്റ് ഈസ് സക്സസ് ഓഫ് സീക്രട്ട്. ഞാൻ ഡെയിലി ആഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. 365 ദിവസവും ആഡ് 10 ദിവസം മാത്രം ഒഴിവുള്ള ബാക്കി എല്ലാ ദിവസവും ആഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇന്നും എന്റെ ആഡ് റണ്ണാണ്. ഡെയിലി വിവിൻ സാറിന്റെ എല്ലാ ലൈവ് പ്രോഗ്രാമും ഓഫ്ലൈൻ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യും. എല്ലാ പേർക്കും ഞാൻ റിസർച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങളും ആഡ് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുക. സീക്രട്ട് നമ്പർ 2, കമ്മിറ്റ്മെന്റ്. ഒരു മെന്ററെ മാത്രം ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് റിസൾട്ട് നേടാൻ സാധിക്കുള്ളൂ. ഞാൻ വിവിൻ സാറിനെ മാത്രം മെന്ററാക്കി സാർ എന്താണോ പറഞ്ഞു തരുന്നത് അത് കറക്റ്റായി ഫോളോ ചെയ്യുന്നു. ഒന്നിൽ കൂടുതൽ പേരെ മെന്ററാക്കി ചെയ്താൽ നമുക്ക് എങ്ങോട്ടും എത്താൻ സാധിക്കില്ല. പുഴയിൽ അക്കരക്ക് പോകണമെന്ന് വിചാരിച്ച് 2 തൊഴിൽ കാര്യം കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ ഒന്നിൽ കൂടുതൽ മെന്ററെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങളും ഒരു മെന്ററെ ഫോളോ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. സീക്രട്ട് നമ്പർ 3 അറിയണോ? ആഗ്രഹമുണ്ട്. കോൺഫിഡൻസ്. നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്ക് വരുമാനം കിട്ടുന്നതാണ് എങ്കിൽ കോൺഫിഡന്റോട് കൂടി പിടിച്ചെടുക്കണം. അപ്പ് ആൻഡ് ഡൗൺസ് വരും, തടയാൻ പാടില്ല. നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പോകരുത്. ഞാൻ 3 വർഷം പിടിച്ചിരുന്നു. ഞാൻ ആ സമയത്ത് പഠിക്കുകയായിരുന്നു. എനിക്കറിയാമായിരുന്നു വിജയിക്കാതെ വഴി വരുമെന്ന്. കാരണം വിജയിച്ച ഒരുപാട് ആളുകൾ എന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അത് കോൺഫിഡൻറ്റോടെ പിടിച്ചെടുക്കുക. തീർച്ചയായിട്ടും സക്സസ് ആവാൻ ചെയ്യും. ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിരിക്കുന്ന ഓരോ ആളുകൾക്കും വിജയിക്കാൻ സാധിക്കും എന്നൊരു യാതൊരു സംശയമില്ല. എന്റെ ഈ വിജയത്തിന്റെ പിന്നിൽ എന്നെ ഒരുപാട് സഹായിച്ച ഡോക്ടർ വിപിൻ സാറിന് ഈ ഒരു സമയത്ത് എത്ര നന്ദി പറഞ്ഞാലും അത് നന്ദി വാക്കുകൊണ്ട് ഒതുങ്ങുന്നതല്ല. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഏത് പാതിരാത്രിയിലും എന്നെ ഹെൽപ്പ് ചെയ്ത വിപിൻ സാറിന്റെ 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഷാലിമിസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. മിസ് എന്നെ ഒരുപാട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ സിൽവർ സമയത്ത് ജാസ്മിൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മാം. ബാക്കി എല്ലാ ഈ ബന്ധങ്ങൾക്കും 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. എന്റെ ശബ്ദം ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയും 1000 വിദ്യാശംസകൾ നേരുന്നു. എനിക്ക് വിദ്യാഭ്യാസമില്ലാതെ ഇതിനെ കുറിച്ച് അറിയാത്ത എനിക്ക് ഇത് സാധ്യമാണ് എങ്കിൽ ഇതിലിരിക്കുന്ന ഓരോ ആളുകൾക്കും അത് സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. താങ്ക് യു, താങ്ക് യു. For just a second. Think about your dream life. Dream life. Imagine it. Feel it. Feel it.